ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയർസിന്റെ കാര്യമാണ്, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ആണ് സെബി ഗൈഡ് ലൈൻസ് ഫോർ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നതിൽ സെബിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? സെബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിൽ കുറെ ക്രൈറ്റീരിയ വെക്കുന്ന ഒരു സ്ഥാപനമാണ് സെബി. അപ്പൊ സെബി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കണം നമ്മൾ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പൊ സെബിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് പബ്ലിക് ഇഷ്യൂ ഉള്ളത് എന്നാണ് അടുത്തത് പറയാനുള്ളത്. എൻട്രി നോംസ് ഫോർ ആൻ അൺലിസ്റ്റഡ് കമ്പനി. നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി ലിസ്റ്റഡ് കമ്പനി എന്താണെന്ന്. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ രജിസ്റ്ററിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരിക്കലും ആ കമ്പനിയുടെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ രജിസ്റ്ററിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ആ കമ്പനി ഏത് കമ്പനിയാണ്? അൺലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പൊ ലിസ്റ്റഡ് കമ്പനിയും അപ്പൊ അൺലിസ്റ്റഡ് കമ്പനിയുടെ നോംസ് വേറെ ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് എൻട്രി നോംസ് ഫോർ ആൻ അൺലിസ്റ്റഡ് കമ്പനി? അൺലിസ്റ്റഡ് കമ്പനി ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ഇക്വിറ്റി പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് ഏത് തന്നെയായിരിക്കും? ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസ് പെട്ടെന്ന് തന്നെ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ എനിവേ ഏതായാലും അത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഫോളോയിങ് പ്രൊവിഷൻസ്, താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫസ്റ്റ് ആയിട്ടുള്ളതാണ് എൻട്രി നോം 1. രണ്ടാമതായിട്ടുള്ളതാണ് എൻട്രി നോം 2. എൻട്രി നോം 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റൂട്ട്. അതായത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി താഴെ പറയുന്ന റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടതാണ്. അവരുടെ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ് 3 crore അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മുൻപത്തെ 3 വർഷം അവര് 50% നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്, മോണിറ്ററി ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ഇത്തിരി കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കി പറഞ്ഞു. കമ്പനി ഹാസ് എ ട്രാക്ക് റെക്കോർഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്സ് അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദ ഇമ്മീഡിയറ്റ് പ്രിസീഡിങ് 5 years. 5 years ആയിട്ട് നല്ല ട്രാക്കിലായിരിക്കണം. അതായത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നല്ല രീതിയിലായിരിക്കണം നടത്തേണ്ടത്. അങ്ങനെയുള്ള കമ്പനി ആയിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ നെറ്റ് വർത്ത് അറ്റ്ലീസ്റ്റ് 1 crore ഇൻ ഈച്ച് ഓഫ് ദി പ്രിസീഡിങ് 3 full yearsൽ അങ്ങനെയുള്ള കമ്പനി ആയിരിക്കണം. ഈ കമ്പനി ഏതെങ്കിലും കാരണവശാൽ കമ്പനിയുടെ പേര് കഴിഞ്ഞ വർഷം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 50% റവന്യൂ ഫോർ ദ പ്രിസീഡിങ് 1 year ഷുഡ് ബി ഫ്രം ദ ആക്ടിവിറ്റി സജസ്റ്റഡ് ബൈ ദ ന്യൂ നെയിം. ആ പുതിയ പേര് എന്തുകൊണ്ടാണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കല്ലോ. ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് ആ പേര് കൊണ്ടാണ് ആ കമ്പനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ പ്രോഫിറ്റ് ഇത്രമാത്രം കിട്ടിയത്. എന്തെങ്കിലും ആ പേരിന് ഉണ്ടായിരിക്കണം. ആ പേരിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് കമ്പനിക്ക് ഇത്രമാത്രം പ്രോഫിറ്റ് കിട്ടിയതെന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇഷ്യൂ സൈസ് ഷുഡ് നോട്ട് എക്സീഡ് 5 times ഓഫ് പ്രീ ഇഷ്യൂ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീ ഇഷ്യൂവിന്റെ നെറ്റ്വർത്തിന്റെ 5 times എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഈ ക്രൈറ്റീരിയ ഒക്കെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെ പറയുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റൂട്ട് ക്രൈറ്റീരിയ ഫോർ എൻട്രി നോം 1. ഇനി എൻട്രി നോം 2 എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് 1, കോമൺലി നോൺ ആസ് QIB റൂട്ട്. അൺലിസ്റ്റഡ് കമ്പനി which does not satisfy the requirement specified above. മുകളിൽ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി റൂട്ടിലുള്ള റിക്വയർമെന്റ്സ് ഒന്നും കമ്പനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ എങ്ങനെ നടത്താനായിട്ട് സാധിക്കും? ഓൺലി ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. അതിൽ കൂടെ മാത്രമേ നടത്താനായിട്ട് സാധിക്കുള്ളൂ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. അപ്പൊ എന്തൊക്കെയായിരിക്കണം ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയാസ്? അതിൽ ഫസ്റ്റ് ആയിട്ടുള്ളതാണ് ഇഷ്യൂ ഷാൽ ബി ത്രൂ ബുക്ക് ബിൽഡിംഗ് റൂട്ട് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദി ഇഷ്യൂ ഓഫ് ദി മാൻഡേറ്ററി അലോട്ടഡ് ടു ദ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനായിരിക്കണം അത് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഫുൾ സബ്സ്ക്രിപ്ഷൻ മണി റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതിൽ തന്നെ ഓൾട്ടർനേറ്റീവ് 1 ആണിത്. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ആണ്
അതിനെ പറയുന്നതാണ് അപ്രൈസൽ റൂട്ട്. അതായത് പ്രോജക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും കമ്പനിക്ക്, അത് നമ്മൾ അപ്രൈസ് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെയുള്ളതൊക്കെ 15% ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ പാടും. അതുപോലെ തന്നെ 10% മിനിമം ഇഷ്യൂ സൈസ് ഷാൽ ബി അലോട്ടഡ് ടു QIB. QIB വഴി 10% എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ളതാണ് അൺലിസ്റ്റഡ് കമ്പനിയുടെ വരുന്നത്. ഇനി അതാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് അൺലിസ്റ്റഡ് കമ്പനിക്കുള്ളത്. ഇനി സെബിയുടെ ഗൈഡ് ലൈൻസ് ലിസ്റ്റഡ് കമ്പനിക്ക് എന്തൊക്കെയാണ്? എൻട്രി നോംസ് ഫോർ ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ ഓൾറെഡി ലിസ്റ്റഡ് ഇഷ്യൂ ആർ മേക്കിംഗ് എ പബ്ലിക് ഇഷ്യൂ ഈസ് റിക്വയർഡ് ടു സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. അതായത് കമ്പനി ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് നെയിം വിതിൻ ദ ലാസ്റ്റ് 1 year. കഴിഞ്ഞ വർഷമായിട്ട് കമ്പനി തീരുമാനിക്കുകയാണ്, പേര് മാറ്റണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റവന്യൂവിന്റെ 50% എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ആ ന്യൂ നെയിമിൽ നിന്ന്, ആ ആക്ടിവിറ്റീസ് ഒക്കെ ഈ ന്യൂ നെയിമിൽ നിന്ന് ഉള്ളതായിരിക്കണം. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ. അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന സൈസ് പ്രീവിയസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതിന്റെ സൈസും കൂടി നോക്കുമ്പോൾ ഒരിക്കലും ഡസ് നോട്ട് എക്സീഡ് 5 times ഓഫ് പ്രീ ഇഷ്യൂ. മുൻപ് ഇഷ്യൂ ചെയ്തതിനേക്കാളും 5 times എക്സീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ 2 കണ്ടീഷൻസ് അൺലിസ്റ്റഡിലും നമ്മൾ എവിടെയൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. എനിവേ ലിസ്റ്റഡ് കമ്പനിയിലെ ക്രൈറ്റീരിയ ഇതാണ്. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയയാണ് സെബിയുടെ certain category of entitles which are exempted from the aforesaid entry norms. ചിലർക്കൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന് ഇതിൽ നിന്നൊക്കെ എക്സെപ്ഷൻസ് ആണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സിന് അതോടൊപ്പം തന്നെ ആൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഹൂസ് പ്രോജക്റ്റ് ഈസ് അപ്രൈസ്ഡ് ബൈ എ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ IDFC. അല്ലെങ്കിൽ ഒരു ബാങ്ക് നോട്ട് ലെസ് ദാൻ 5% ഓഫ് ദി പ്രൊജക്ട് കോസ്റ്റ് ഈസ് ഫിനാൻസ്ഡ് ബൈ എനി ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. നാളെ എടുക്കാം കേട്ടോ.